ഏകദേശം 1990 കാലഘട്ടത്തിൽ ഉത്തർപ്രദേശിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയ ഒരു ആനച്ചന്തം. ഒരു കാലത്ത് പാലക്കാടൻ ഉത്സവങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു കൊമ്പൻ, മംഗലാംകുന്ന് വിജയൻ. മംഗലാംകുന്ന് ആനത്തറവാടിന് സമീപമുള്ള പുഷ്പ എന്ന തടിമില്ലുകാരാണ് മംഗലാംകുന്ന് ആനകളുടെ ഉടമകളായ എം.എ. പരമേശ്വരന്റെയും ഹരിദാസിന്റെയും സഹായത്തോടെ വിജയനെ മലയാള നാട്ടിൽ എത്തിക്കുന്നത്. പുഷ്പ മില്ലിൽ എത്തിയതോടെ കൊമ്പന്റെ പേര് പുഷ്പ വിജയൻ എന്നായി മാറി. 6 വർഷക്കാലം പുഷ്പ മില്ലിൽ നിന്ന ശേഷം 1998 വിജയൻ മംഗലാംകുന്നിലെത്തുന്നത്. ഇതോടെ അവൻ മംഗലാംകുന്ന് വിജയൻ എന്നറിയപ്പെടാൻ തുടങ്ങി. ഉത്തരേന്ത്യൻ ആനയാണെങ്കിലും നാടൻ ആനകളുടെ എല്ലാവിധ ലക്ഷണങ്ങളുമൊത്ത ഒരു കൊമ്പൻ. തൃശൂർ പൂരത്തിലെ തെക്കോട്ടിറക്കത്തിൽ വർഷങ്ങളോളം അണിചേർന്നത് വിജയന്റെ ആനച്ചന്തത്തിന് ലഭിച്ച അംഗീകാരമാണ്. എടുത്തുപിടിച്ച കൊമ്പുകളും തലയെടുപ്പും അവന്റെ പ്രത്യേകതകളായിരുന്നു. പാലക്കാടൻ സായിപ്പ് എന്ന പേരിലാണ് വിജയൻ ആനപ്രേമികൾക്കിടയിൽ അറിയപ്പെട്ടിരുന്നത്. ശരീരമാസകലം വെള്ളപ്പുള്ളികളോടുകൂടിയ ഒരു ഗജ സൗന്ദര്യം. കേരളത്തിനകത്തും പുറത്തും വിജയൻ അത്യാവശ്യം നല്ല രീതിയിൽ പരിപാടികൾ എടുത്തിരുന്നു. സൗമ്യനും ശാന്ത സ്വഭാവക്കാരനുമായ ഒരു കൊമ്പൻ. ചിനക്കത്തൂർ പൂരം, ചെറായി പൂരം എന്നിങ്ങനെ പ്രധാന ഉത്സവങ്ങളിലും വിജയൻ സ്ഥിര സാന്നിധ്യമായിരുന്നു. 2017 സെപ്റ്റംബർ 13 മംഗലാംകുന്ന് വിജയൻ ചെരിയുന്നത്. തിരുവിലാമല നിറമാല ഉത്സവത്തിന് പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പുകൾക്കിടെയാണ് വിജയന്റെ അപ്രതീക്ഷിതമായ വിയോഗം. ചെരിയുമ്പോൾ ആനയ്ക്ക് 55 വയസ്സാണ് പ്രായമുണ്ടായിരുന്നത്. ആന കേരളത്തിൽ നിന്നും വിട്ടുപിരിഞ്ഞ മംഗലാംകുന്ന് വിജയന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് മറ്റൊരു ആനക്കഥയുമായി വീണ്ടും കാണാം.